السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുൽ കരീം സാലിഹ് അബ്ദുൽ കരീം അൽ ബലൂഷി ഹഫിളഹുല്ലാ അദ്ദേഹം രചിച്ചിരിക്കുന്ന ഉസൂൽ സഅദത്തി സൗജിയ മിന സുന്നത്തി നബവിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, അതിൽ 32ഓളം അടിസ്ഥാനങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. 32ഓളം അടിസ്ഥാനങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ന് വായിക്കാനുള്ളത് ഏതാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കൂ, അൽ അസ്ലു സാലിസ് വസ്സലാസൂൻ, 33ാമത്തെ അടിസ്ഥാനം. 33ാമത്തെ അടിസ്ഥാനം എന്താണ് സഹോദരങ്ങളെ? 33ാമത്തെ അടിസ്ഥാനമായി ശൈഖ് ഇവിടെ പറയുന്നത് അൽ ഇസ്തിറാഖു ഫിൽ ഇഗ്തിസാൽ. അൽ ഇസ്തിറാഖു ഫിൽ ഇഗ്തിസാൽ എന്താണ്? അൽ ഇസ്തിറാഖു ഫിൽ ഇഗ്തിസാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും കുളിക്കുമ്പോൾ പങ്കുചേരുക എന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവും കുളിയിൽ നമ്മൾ കുളിക്കുമല്ലോ, ആ കുളിയിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പങ്കുചേരുക എന്നുള്ളതാണ് ഷെയ്ഖ് ഇവിടെ പുതിയതായി പറയുന്ന ബാബിൽ ഉള്ളത്. നോക്കൂ, എന്താണ് ഇവിടെ ഇങ്ങനെ പറയാനുള്ള കാരണം? നമ്മൾ ഒരുമിച്ച് കുളിയും അതുപോലെ തന്നെ അതുപോലുള്ള കാര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുണ്ടാകും? നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും നല്ല രൂപത്തിലുള്ള സ്നേഹം അത് വർദ്ധിക്കും. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞത്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഒരു പാത്രത്തിൽ രണ്ടുപേരും ആ പാത്രത്തിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് കുളിക്കാറുണ്ട്. നമുക്ക് ഏത് വിഷയത്തിലായാലും നമുക്ക് ഉത്തമ മാതൃക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, അന്ന സൈനബ ബിൻത് ഉമ്മി സലമ حدثته أن أم سلمة رضي الله عنها حدثتها قالت ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, كانت هي ورسول الله صلى الله عليه وسلم يغتسلان في الإناء الواحد من الجنابة. അവർ ഇരുവരും ജനാബത്തുകാരായിരിക്കെ അവരെന്ത് ചെയ്യാറുണ്ട്? ഒരുമിച്ച് കുളിക്കാറുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞു തരികയാണ്. മറ്റൊരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, അഖ്ബറത്നി മൈമൂന അന്നഹ കാനത് തഗ്തസിലു ഹിയ വൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഇനാഇൻ വാഹിദ്. നമുക്കറിയാം, നമ്മുടെ ഉമ്മയായ മൈമൂന റളിയല്ലാഹു അൻഹയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരുമിച്ച് കുളിക്കാറുണ്ട്. ഇത് സുന്നത്താണ്. പല ആളുകൾക്കും ഇങ്ങനൊരു സുന്നത്ത് പരിചയം കൂടിയില്ല. എന്നാൽ ഒരു ഭാര്യ ഭർത്താവ്, സുബ്ഹാനല്ലാഹ്, എന്ത് മനോഹരമായ ജീവിതമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ദാമ്പത്യ ജീവിതത്തിൽ കാണിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഈ സംഭവം കാണിച്ചു തരുന്നത്. നോക്ക്, ഒരു പാത്രത്തിൽ നിന്ന് അവർ ഇരുവരും എന്ത് ചെയ്യാറുണ്ട്? കോരി കുളിക്കാറുണ്ട്, ഒരുമിച്ച് കുളിക്കാറുണ്ട്. ഖാലി ഇയാൽ റഹിമഹുല്ലാ അവിടുന്ന് പറയുകയാണ്, ഫീഹി ജവാസു ഗസ്ലി റജുലി മഅൽ മർഅ മിൻ ഇനാഇൻ വാഹിദിൻ വവുളുഇഹിമ. എന്താണ് പറയുന്നത്? ഒരു പാത്രത്തിൽ നിന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും കുളിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്, ഒരു പാത്രത്തിൽ നിന്ന് തന്നെ. അതുപോലെ തന്നെ അതിൽ നിന്ന് വുളൂ ചെയ്യുക എന്നുള്ളതും ഭാര്യ ഭർത്താക്കന്മാർക്ക് ജായിസ്, അനുവദനീയമാണ് എന്ന് ഖാദി ഇയാദ് റഹിമഹുല്ല പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, അവിടുന്ന് പറഞ്ഞു തരികയാണ്, അന്നഹ കാനത് തഗ്തസിലു ഹിയ വൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി ഇനാഇൻ വാഹിദിൻ യസഉ 3 അംദാദ് ഔ ഖരീബൻ മിൻ ദാലിക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിൽ ഒരുമിച്ച് കുളിക്കാറുണ്ട്. ആ ഒരുമിച്ച് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അവിടെ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം ദുർവ്യവഹാരം ചെയ്തിട്ടില്ല. അവിടുന്ന് അനാവശ്യമായി വെള്ളം എന്ത് ചെയ്തിട്ടില്ല? പാഴാക്കിയിട്ടില്ല. 3 അംദാദ്, 3 മുദ്
അത്രത്തോളം മാത്രമേ വെള്ളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതല്ല എങ്കിൽ ഔ ഖരീബ മിൻ ദാലിക്, അത്രത്തോളം വരുന്ന വെള്ളത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ തന്നെ ആയിഷ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയും കുളിച്ചിരുന്നത്. മനോഹരമാണ് അവരുടെ ദാമ്പത്യ ജീവിതം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ തന്നെ ഇതേ രൂപത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, മറ്റും ഹദീസുകൾ നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് സഹോദരിമാരെ ഈ രൂപത്തിൽ ഇങ്ങനെ പറയാനുള്ള കാരണം? ഇത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തുണ്ടാക്കും? വളരെയധികം സ്നേഹമുണ്ടാക്കും. അതുപോലെ തന്നെ വെള്ളമെടുക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടും അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെ ഇവിടെ ജനാബത്തിൻ്റെ കുളിയായാലും അതല്ല എങ്കിൽ സാധാരണ കുളിയായാലും കുളിക്കാം, അത് അനുവദനീയമാണ് എന്നുള്ളതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വമിൻഹാ ജവാസു തഅർരി അസ്സൗജൈൻ ബഅദുഹുമാ ഇൻദ ബഅദ്. എന്താണ് പറയുന്നത്? ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് കുളിക്കുമ്പോൾ നഗ്നരായി കുളിക്കാം എന്നുള്ളത് അനുവദനീയമാണ്. ലിഅന്നൽ ഇഗ്തിസാല ലാ ബുദ്ദ ഫീഹി മിന തഅർരി. ചില ആളുകളുടെ വിചാരം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നഗ്നരാകാൻ പാടില്ല എന്നുള്ളതാണ്. ആ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചില ഫത്വകൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ പല ആളുകളുടെയും വിചാരം എന്താണ്? നഗ്നരായി കുളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഒറ്റക്കായാലും ശരി, അതല്ല എങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും നമ്മുടെ നാട്ടിൽ പൊതുവെ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെട്ടത് എന്താണ്? നഗ്നരായി കുളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. യാതൊരു പ്രശ്നവുമില്ല, നഗ്നരായി കുളിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നുള്ളതാണ് നമുക്ക് തെളിവുകൾ കാട്ടിത്തരുന്നത്. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുകയാണ്, ജവാസു തഅർരി അസ്സൗജൈൻ ബഅദുഹുമാ ഇൻദ ബഅദ്. ഇരുവർക്കും നഗ്നരായി കുളിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ലിഅന്നൽ ഇഗ്തിസാല ലാ ബുദ്ദ ഫീഹി മിന തഅർരി. കാരണം കുളിക്കുമ്പോൾ നഗ്നരാവുക എന്നുള്ളത് അതിലെന്തായാലും ഉണ്ടാകുന്ന കാര്യമാണ്. മാത്രമല്ല നമുക്ക് തെളിവായി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. മുഅ്മിനീങ്ങളുടെ സിഫത്തായി പറഞ്ഞ കാര്യം എന്താണ്? വിശേഷണമായി പറഞ്ഞ കാര്യം എന്താണ്? അവർ അവരുടെ ഗുഹ്യാവയവം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ്. ഇല്ല അല അസ്വാജിഹിം, ആരൊഴികെ? അവരുടെ ഭാര്യമാരുടെ അടുക്കൽ ഒഴികെ. ഔ മാ മലക്കത്ത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമിൻ. അതുപോലെ തന്നെ അവരുടെ അടിമകളുടെ അടുക്കലും അവർ എന്ത് ചെയ്യുന്നില്ല? അവർ അനുവദനീയമായ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫഇന്നഹും ഗൈറു മലൂമിൻ, അതിനാൽ തന്നെ അവർ എന്തല്ല? ആക്ഷേപ അർഹരല്ല എന്ന് റബ്ബു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വഹാദ ജായിസുൻ ഇൻദൽ ഇഗ്തിസാൽ വജായിസുൻ ഐളൻ ഫിൽ ഫിറാഷ്. ഇവിടെ ഷെയ്ഖ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കുളിക്കുന്ന സമയത്തായിക്കോട്ടെ അതുപോലെ തന്നെ കിടപ്പറയിലായിക്കോട്ടെ നഗ്നരാവുക എന്നുള്ളത് ജായിസാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖ് ഈ ഒരു കാര്യം ഇവിടെ അവസാനിപ്പിക്കുന്നത്. അഥവാ സഹോദരങ്ങളെ പറഞ്ഞു വന്നത് എന്താണ്? നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുളിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. ഈ സുന്നത്ത് നമ്മൾ എന്ത് ചെയ്യണം? അത് ജീവിപ്പിക്കുകയും ചെയ്യണം. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വിസ്മരിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിസ്മരിക്കപ്പെട്ട സുന്നത്തുകൾ അത് ജീവിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം കൂലിയുണ്ട്. ഇഹ്യാ ഉസ്സുന്ന, ഒരു സുന്നത്തിനെ ജീവിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് റബ്ബു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലം ലഭിക്കും. അതാണ് 33-ാമത്തെ അടിസ്ഥാനമായി ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് 34-ാമത്തെ അസ്ൽ, അൽ അസ്ലു റാബി' വസ്സലാസൂൻ, 34-ാമത്തെ അടിസ്ഥാനം അൽ ഖുബുലാത്ത് ബൈന സൗജൈൻ. എന്താണ്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചുംബിക്കുക എന്നുള്ളത്. ഇതൊക്കെ ഇവിടെ ഷെയ്ഖ് ഇത് പറയാനുള്ള കാരണം എന്താണ്? സുബ്ഹാനല്ലാഹ് പല ഭാര്യമാരും ഭർത്താക്കന്മാരായാലും ഏത് സമയത്ത് ചുംബിക്കുന്നില്ല എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ പറയാം. അതാണ് ഷെയ്ഖ് ഇവിടെ ഈ ഒരു ബാബ് കൊണ്ടുവരാനുള്ള കാരണം. എന്താണ്? മിൻ അസ്ബാബി സആദ, നമ്മുടെ സൗഭാഗ്യ ജീവിതത്തിൽപ്പെട്ട അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണ്. വസുബുലുൽ മവദ്ദ, അതുപോലെ തന്നെ സ്നേഹം ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ് അൽ ഖുബുലാത്ത് ബൈന സൗജൈൻ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചുംബിക്കുക എന്നുള്ളത്. സവാഉം മാ കാന മിൻഹ അലാ സബീൽ അത്വി വറഹ്മ. എന്താണ്? റഹ്മത്തോടുകൂടിയും അനുകമ്പയോടുകൂടിയും ചുംബിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ അവിൽ ലസ്സ, ആസ്വാദനത്തോടെ ചുംബിക്കുക എന്നുള്ളതും എന്താണ്? പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ആ ചുംബനം കൊണ്ട് പറഞ്ഞതുപോലെ വലിയ സ്വാധീനമുണ്ടാക്കും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ. വലിദാലിക, ഇതിനെല്ലാത്തിനും നമുക്ക് മാതൃകയാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വലിദാലിക കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
യുഖബ്ബിലു ഹീനമാ യദ്ഖുലുൽ ബൈത്ത് വയഖ്റുജ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ പ്രവേശിക്കുമ്പോഴും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും ഏത് രൂപത്തിലാണ് പോവാറുള്ളത്? ഭാര്യമാരെ ചുംബിച്ചുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, അവിടുന്ന് മദീനയുടെ രാജാവാണ്. അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് വലിയ വലിയ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് ഏറ്റവും വലിയ ദൗത്യം? അള്ളാഹുവെ മാത്രം ആരാധിക്കണമെന്ന് പറയാൻ, തൗഹീദിലേക്ക് ക്ഷണിക്കാൻ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചതാണ്. അതിൻ്റെ ഇടയിൽ പോലും സുബ്ഹാനല്ലാഹ് അവരെന്ത് മറക്കുന്നില്ല? ഭാര്യമാരോടുള്ള ഹുക്കൂക്കുകൾ, അവരുടെ അവകാശങ്ങൾ മറക്കുന്നില്ല. ഇത് നമുക്ക് വലിയ പാഠമാകേണ്ട കാര്യമാണ് അല്ലേ? ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ദുനിയാവിൻ്റെ ചില ജോലികൾ ചെയ്യുന്നത് കാരണത്താൽ, അതുപോലെ തന്നെ ദുനിയാവിൻ്റെ ചില തിരക്കിൻ്റെ കാരണത്താൽ അവരെന്ത് ചെയ്യാണ്? ഭാര്യമാരോടുള്ള ഇതുപോലുള്ള സുന്നത്തുകൾ മറന്നു പോവുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഏറ്റവും തിരക്കുള്ള മനുഷ്യനാണ്. എന്നിട്ട് കൂടി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാര്യമാരോടുള്ള ഹക്ക് അത് മറന്നിട്ടില്ല. ബൽ ഹത്താ ഫി ഖൽമി ഇബാദത്തി സിയാം, എത്രത്തോളം നോമ്പിൻ്റെ സമയത്ത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ചുംബിക്കാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുന്നു, ഇൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലയുഖബ്ബിലു ബഅദ അസ്വാജിഹി വഹുവ സായിമുൻ സുമ്മ ലഹികത്. എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ അല്ലെങ്കിൽ റസൂൽ നോമ്പുകാരനായിരിക്കെ നമ്മളെ ചുംബിക്കാറുണ്ട്. വ അൻഹ, അതേ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ മറ്റൊരു ഹദീസിൽ പറയുന്നതായി കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലു ഫീ ശഹരി സൗം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് കാലത്ത് റമളാനിൽ അതല്ലെങ്കിൽ നോമ്പുകാരനായിരിക്കെ നമ്മളെ ചുംബിക്കാറുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഖബ്ബിലു വഹുവ സായിം. റസൂൽ നോമ്പുകാരനായിരിക്കെ നമ്മളെ ചുംബിക്കാറുണ്ട്. വകാന അംലകകും ലിഇർബി, അവിടുത്തെ ഷഹ്വത്ത്, ദേഹേച്ഛ അതല്ലെങ്കിൽ ആഗ്രഹങ്ങൾ അങ്ങേയറ്റം പിടിച്ചു വെക്കാൻ കഴിവുള്ള വ്യക്തിത്വമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉലമാക്കൾ പറയുന്നതായി കാണാം, നമ്മുടെ ചുംബനം നോമ്പ് കാലത്ത് അത് ജിമായിലേക്ക് അഥവാ ബന്ധത്തിൽ ഏർപ്പെടുന്നതിലേക്ക് എത്തും എന്ന അവസ്ഥയിലാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ചുംബിക്കാൻ പാടില്ല എന്ന് ഉലമാക്കൾ പറയുന്നതായി കാണാം. അതല്ല, ഒരാൾക്ക് അത് പിടിച്ചു വെക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചുംബിക്കുക എന്നുള്ളത് നോമ്പ് കാലത്ത് ജായിസാണ്. അലാ കുല്ലി ഹാൽ നമ്മൾ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ ചുംബിക്കണം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ശേഷം ഇവിടെ കൊടുക്കണം. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം? ചില ആൾക്കാർക്ക് അത്ഭുതം ഉണ്ടാവും, ഇതൊക്കെ ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ട്. ചില ആൾക്കാർ സുബ്ഹാനല്ലാഹ് അവർ പരാതിയായി പറയുന്നതായി കാണുന്നത്, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രത്യേകിച്ച് സ്നേഹങ്ങളൊന്നുമില്ല. എന്താണ്? രാവിലെ ഭർത്താവ് എണീച്ച് പോകും, എന്താണ് രാത്രിയാണ് പിന്നീട് കയറി വരിക. അവരുടെ ജോലി ക്ഷീണം കാരണത്താൽ എന്ത് ചെയ്യും? ഒരു ഹക്കും കൊടുക്കാത്ത ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഷെയ്ഖ് ഹഫ്ളഹുല്ലാ ഈ രൂപത്തിൽ ഇവിടെ ഈ ഒരു ബാബ് കൊടുത്തത്. നോക്ക്, മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് പോകുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ഭാര്യമാരെ ചുംബിച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്ന് നിസ്കാരത്തിന് പോകാറുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ അവിടുന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബലഹ വലം യതവല്ല. ആയിഷ റളിയല്ലാഹു അൻഹയെ ചുംബിക്കുകയും പിന്നീട് അവിടുന്ന് വുളു എടുക്കാതിരിക്കുകയും ചെയ്തു. ഇതിന് ഏറ്റവും വലിയ തെളിവാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ പറയപ്പെടുന്ന കാര്യം എന്താണ്? സ്ത്രീകളെ തൊട്ടാൽ വുളു മുറി എന്നുള്ളതാണ്. സ്ത്രീകളെ തൊട്ടാൽ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും രൂപത്തിൽ തൊട്ട് കഴിഞ്ഞാൽ വുളു മുറിയും എന്ന രൂപത്തിൽ പറയുന്നതായി കാണാം. ഇവിടെ ഹദീസ് സരീഹാണ്, വ്യക്തമാണ്. അബൂ ദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനനിൽ കൊണ്ടുവന്ന ഹദീസാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. അഥവാ അവിടുത്തേക്ക് ആയിഷ റളിയല്ലാഹു അൻഹയെ ചുംബിക്കാറുണ്ട്, വലം യതവല്ല, എന്നിട്ട് റസൂൽ എന്ത് ചെയ്യാറില്ല? വുളു ചെയ്യാറില്ല. വഅൻഹ റളിയല്ലാഹു അൻഹ മറ്റൊരു ഹദീസിൽ പറയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബല ഇംറഅതൻ മിൻ നിസാഇഹി സുമ്മ ഖറജ ഇല സ്വലാത്തി വലം യതവല്ല. അവിടുന്ന് പറഞ്ഞു ഖബ്ബല ഇംറഅതൻ, റസൂല് അവിടുത്തെ ഭാര്യമാരിൽ ചിലരെ, മിൻ നിസാഇഹി ഭാര്യമാരിൽ ചിലരെ ചുംബിച്ചു. സുമ്മ ഖറജ ഇല സ്വലാ, എന്നിട്ട് നിസ്കാരത്തിലേക്ക് പോയി. കണ്ടില്ലേ? അവിടെ റസൂൽ വുളു എടുത്തിട്ടുണ്ടോ? ഇല്ല. അതാണ് അതിനുശേഷം പറയുന്നത് വലം യതവല്ല. ഇതാരാണ് പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അവിടുന്ന് ഉപയോഗിച്ച വാക്ക് എന്താണ്? ഇംറഅത്തൻ, സ്ത്രീകൾ അഥവാ റസൂലിന്റെ ഭാര്യമാരിൽപ്പെട്ട ചിലരെ ചുംബിച്ചു പോവാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹദീസ് കേട്ട ഉർവ റഹിമഹുല്ലാ അല്ലെങ്കിൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, ഫഖുൽതു ലഹ മൻ ഹിയ ഇല്ല അൻതി, ആ ചുംബനം കിട്ടിയ ആൾ നിങ്ങളല്ലാതെ മറ്റാരാണ് എന്ന് പറഞ്ഞപ്പോൾ
ഫളഹിക്കത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ചിരിക്കുകയാണ്. അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയെ ചുംബിച്ചിട്ടാണ് പോകാറുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ കുല്ലി ഹാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരോട് അങ്ങേയറ്റം അനുകമ്പയും അതുപോലെ തന്നെ റസൂൽ അങ്ങേയറ്റം റൊമാൻറ്റിക് പേഴ്സൺ ആണ് എന്നുള്ളത് നമുക്ക് ഈ ഹദീസുകളിൽ നിന്നായാലും റസൂലിൻ്റെ സീറകളിൽ നിന്നായാലും കാണാൻ സാധിക്കും. ചില ആൾക്കാരുടെ വിചാരം സുബ്ഹാനല്ലാഹ് ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശ പറയാൻ പാടില്ല, അതല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഭാര്യമാരോട് തമാശ പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസിന് എന്ത് സ്റ്റാറ്റസ് യാഹി. നമ്മൾ ഏറ്റവും കൂടുതൽ തമാശ പറഞ്ഞാൽ നമ്മളെ ഭാര്യമാരോടെ ഇരിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആണ് നമ്മളെ ഭാര്യമാരോടല്ലാണ്ട് മറ്റാരോടാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. നമ്മൾ വളരെയധികം ഈ വിഷയം പാലിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതുമാത്രമല്ല സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാര്യമാർക്ക് ഇടയിലൂടെ, അവിടത്തേക്ക് 11 ഭാര്യമാരുണ്ട്, അവിടത്തേക്ക് അവരുടെ ഇടയിലൂടെ എന്ത് ചെയ്യും, നടക്കാറുണ്ട്. റസൂലിനെ നമുക്കറിയാം, റസൂലിൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തേക്ക് 11 ഭാര്യമാർക്കും ഓരോ ദിവസം നിശ്ചയിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യാറ്, താമസിക്കാറ് പതിവ്. പക്ഷെ എല്ലാവരുടെ അടുക്കലേക്കും ദിവസവും പോകാൻ പരിശ്രമിക്കും. ആ പോകുന്ന വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാര്യമാരെ ചുംബിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചുംബിക്കുക എന്നതുപോലെ നമുക്കൊരു മടിയും വേണ്ടതില്ല. കാരണം ഇങ്ങനെയുള്ള മസാലകൾ പഠിക്കുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഷെയ്ഖ് 33-ാമത്തെ അടിസ്ഥാനമായി പറയുന്നത്. പിന്നീട് അൽ അസ്ലു അൽ ഖാമിസു വസ്സലാസൂൻ 35-ാമത്തെ അടിസ്ഥാനമായി അവിടുന്ന് പറയുന്ന കാര്യം അൽ ഇസ്തിഇദാനു ബൈന സൗജൈൻ, ഭാര്യ ഭർത്താക്കന്മാർ അവർ അനുമതി ചോദിക്കുക എന്നുള്ളത് ഏത് വിഷയത്തിൽ, അതാണ് ഇവിടെ പറയുന്നത്. അൽ ഇസ്തിഇദാനു മിനൽ അഖ്ലാഖിൽ കരീമ, വളരെ നല്ല സ്തുത്യർഹമായ സ്വഭാവമാണ് അനുവാദം ചോദിക്കുക എന്നുള്ളത്. വൽ ആദാബിൽ ലത്തീഫ് അല്ലത്തി തദുല്ലു അലാ തഖ്ദീരി ത്വർഫിൽ ആഖർ ലാ സിയമ മാ വറദ തഅകീദുഹു ഫി ശറഅ. അഥവാ നമ്മളുടെ ദീനിൽ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, അനുമതി ചോദിക്കണം എന്നുള്ളതാണ്. ഭാര്യയായാലും ഭർത്താവായാലും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനുമതി ചോദിക്കണം. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഭാര്യയായാലും ഭർത്താവായാലും പരസ്പരം എന്ത് ചെയ്യുക, അനുമതി ചോദിക്കുക. നോക്ക്, ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. നോക്ക്, ലാ യഹില്ലു ലിൽ മർഅ, ഒരു സ്ത്രീക്ക് അനുവദനീയമല്ല അൻ തസൂമ വസൗജുഹാ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നി. എന്താണ്, തൻ്റെ ഭർത്താവ് അവിടെ ഉണ്ടായിരിക്കെ അവരോട് അനുമതി ചോദിക്കാതെ സുന്നത്ത് നോമ്പെടുക്കുക എന്നുള്ളത് ഒരു സ്ത്രീക്ക് അനുവദനീയമല്ല. അപ്പോൾ അവിടെ ഭർത്താവിനോട് ഭാര്യ എന്ത് ചെയ്യണം, അനുമതി ചോദിക്കണം. ഞാൻ നാളെ നോമ്പെടുത്തോട്ടെ എന്ന് ഭാര്യ ഭർത്താവിനോട് അനുമതി ചോദിക്കണം. അതുപോലെ തന്നെ വലാ തഅ്ദന ഫീ ബൈതിഹി ഇല്ലാ ബിഇദ്നി, ആരെങ്കിലും വീട്ടിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അതും അനുമതി ചോദിക്കണം. ഇതിൻ്റെ അർത്ഥം എന്തല്ല, എല്ലാവരെയും വിളിച്ച് ചോദിക്കണം എന്നല്ല. നമുക്കറിയാം, നമ്മുടെ ഭർത്താക്കന്മാർക്ക് ചില ആളുകളെ വീട്ടിൽ കയറ്റിയാൽ അവിടത്തേക്ക് ഇഷ്ടമല്ല എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ അവരെ പോലെയുള്ള ആളുകൾ വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നോട്ടെ എന്ന് അനുമതി ചോദിക്കണം. ഇത് വിശദീകരിക്കേണ്ട വിഷയമാണ്. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അനുമതി ചോദിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ആ വിഷയമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനുമതി ചോദിക്കുക എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കേട്ടു. ഫീ ഖുത്ബത്തിഹി ആമ ഹജ്ജത്തുൽ വദാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ ചെയ്തൊരു ഹജ്ജ് നമുക്കറിയാം, ഒരൊറ്റ ഹജ്ജാണ്. അവിടുത്തെ ഹജ്ജത്തുൽ വദാഇൽ അവിടുത്തെ ഖുത്ബയിൽ പറഞ്ഞതായി കാണാം, ലാ തുൻഫിഖു ഇംറഅത്തുൻ ഷൈഅൻ മിൻ ബൈതി സൗജിഹാ ഇല്ലാ ബിഇദ്നി സൗജിഹാ. ഒരു ഭാര്യ അവരുടെ വീട്ടിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഭർത്താവിൻ്റെ വീട്ടിലുണ്ടായിരിക്കെ അവരുടെ അനുമതി ഇല്ലാതെ ഭർത്താവിൻ്റെ സമ്പത്ത് ചെലവാക്കാൻ പാടില്ല. അതെടുത്ത് ചോദിക്കാതെ ചെലവാക്കാൻ പാടില്ല. അവരുടെ അനുമതി ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ചെലവാക്കാൻ പാടില്ല. ഖീല യാ റസൂലല്ലാഹ് വല തആം, റസൂലെ ഭക്ഷണം പോലും നമ്മൾ അവരോട് ചോദിച്ചിട്ടാണോ ചെലവാക്കേണ്ടത്, അല്ലെങ്കിൽ സമ്പത്തായി അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടത്? ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാക അഫ്ളലു അംവാലിന, ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ
അഫ്ളലായ സമ്പത്താണ് എന്നുള്ളതാണ്. വഹാദിഹിൽ മസ്അല വറദത് ഫിഹാ അഹാദീസുൻ കസീറ. ഈ ഇങ്ങനെയുള്ള രൂപത്തിലുള്ള ഹദീസുകൾ ധാരാളമായി വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അന്നൽ അസ്ലൽ ഇസ്തിദാൻ ഇല്ലാ മാ ഉലിമ റിള സൗജി ഫീഹി. എല്ലാം ചോദിക്കണമെന്നുണ്ടോ? ഇതിപ്പോൾ കേട്ടാൽ ചില ആളുകൾ വിചാരിക്കും ഇപ്പോൾ നാളെ മുതൽ ഭർത്താവിനോടെല്ലാം ചോദിക്കണം. അതല്ല, ഭർത്താവിന് തൃപ്തിയുണ്ട് എന്ന് അറിയുന്ന കാര്യം അവരോട് പ്രത്യേകം വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാനിങ്ങനെ ചെയ്യുന്നത് ഭർത്താവിന് തൃപ്തിയാ എന്നുള്ളത് നമുക്കറിയാമെങ്കിൽ അത് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു രൂപത്തിലേക്ക് മാറണം. പരസ്പരം തൻ്റെ ഭർത്താവിന് എന്തൊക്കെ ഇഷ്ടമാണ് ഏതൊക്കെ ഇഷ്ടമല്ല എന്നുള്ളത് ഒരു ഭാര്യ മനസ്സിലാക്കണം. അത് നമ്മൾ മുന്നേ കഴിഞ്ഞല്ലോ. നമ്മുടെ ആ ഒരു ബാബ് അല്ലെങ്കിൽ ആ ഒരു ഹെഡിങ്ങിൽ വരുന്ന സാധനം അല്ലെങ്കിൽ ഹെഡിങ്ങിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം. അതുപോലെ തന്നെ ഔക്കാന യസീറൻ, ചെറിയ കാര്യമാണെങ്കിൽ ഒന്നും എന്ത് ചെയ്യേണ്ട, ഭർത്താവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അപ്പുറത്തെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരാൾ ഒരു സ്പൂണ് തരുമോ, അത്യാവശ്യമായിട്ടൊന്ന് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭർത്താവിനെ വിളിച്ചിട്ട് ഇതാ ഇങ്ങനെ ഒരു സാധനം ചോദിക്കുന്നുണ്ട്, ഞാൻ കൊടുത്തോട്ടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. അങ്ങനെയുള്ള യസീറായ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യേണ്ട, ഭർത്താവിനെ വിളിച്ച് ചോദിക്കേണ്ട. ഖാല ലൈനി റഹിമഹുല്ല, അദ്ദേഹം പറയാണ് ഓരോ നാടിനനുസരിച്ച് എന്തുണ്ടാവും, ഓരോ സാധനങ്ങൾ ചെറുതാണോ വലുതാണോ എന്നുള്ളത് ഓരോ നാട്ടിൻ്റെ അവസ്ഥയിലായിരിക്കും. ഇപ്പോൾ ഞാൻ സ്പൂൺ ഉദാഹരണം പറഞ്ഞതാണ്. ഇനി ചില നാട്ടിൽ സ്പൂൺ എന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര വില പിടിപ്പുള്ള സാധനമാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ചില നാടുകളിൽ അത് വില പിടിപ്പുള്ള സാധനമാണെങ്കിൽ അവർ ചോദിക്കേണ്ടി വരും. അപ്പോൾ ഓരോ നാടുകളിലും ഓരോ സാധനങ്ങൾക്ക് എന്തുണ്ടാകും, വില കൂടുതലും വില കുറവും ഉണ്ടാകും. ഇപ്പോൾ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈത്തപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എളുപ്പമുള്ള കാര്യമാണ്. കാരണം ഈത്തപ്പഴത്തിൻ്റെ നാടാണ് സൗദി പോലുള്ള നാടുകൾ. അപ്പോൾ നേരെ മറിച്ച് നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവന്നാലോ, നമ്മുടെ അടുക്കൽ കുറച്ച് വിലയുള്ള സാധനമാണ്. അപ്പോൾ ഓരോ നാടുകൾക്കനുസരിച്ച് എന്തുണ്ടാകും, അത് വ്യത്യാസമുണ്ടാകും. എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഭർത്താവിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എളുപ്പമാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. ഭർത്താവിന് ഇത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല എന്നാ രൂപത്തിലാണെങ്കിൽ നമുക്ക് ആ സാധനം കൊടുക്കാം. ഇനി ഇഷ്ടമല്ലാതാണെങ്കിൽ ചോദിച്ചിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇസ്തഅദനത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹിജാമ. ഹിജാമ ചെയ്യാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആര് അനുമതി ചോദിക്കുകയാണ്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അനുമതി ചോദിക്കുകയാണ്. ഫഅമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബാ ത്വയ്ബത അൻ യഹ്ജുമഹ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജാമ ചെയ്തു കൊടുക്കാൻ വേണ്ടി അബൂ ത്വയ്ബ എന്ന് പറയുന്ന ആളോട് പറയുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, അനുമതി ചോദിച്ചപ്പോൾ നല്ലൊരാളെ ഹിജാമ ചെയ്യാൻ അവിടത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏർപ്പാടാക്കി കൊടുക്കുകയാണ്. നോക്കൂ, ഇവിടെ എത്ര മനോഹരമായ ദാമ്പത്യമാണ്. ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ മോശമാണ് എന്ന രൂപത്തിൽ ചൂണ്ടിക്കാണിച്ചു തരികയാണ് ആര്? നമ്മുടെ നാട്ടിലുള്ള നിരീശ്വരവാദികളും അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ നമ്മളാണ് ഇനി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞ് നടക്കുന്ന ഫെമിനിസ്റ്റുകൾ എന്ത് ചെയ്യാണ്, ഇതുപോലെ ഭർത്താവിനോട് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാണ്, താണു പോകും, അതുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ട, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് നടക്കുന്ന സ്ത്രീകൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഷെയ്ഖ് ഈ കിതാബിൽ പല കാര്യങ്ങളും കൂട്ടിച്ചേർക്കാനുള്ള കാര്യം. നമുക്ക് എന്തായാലും അറിയാം, ഒരു കാര്യം കൂടുതലായി നമ്മളെക്കാൾ കൂടുതൽ അറിയാം ആർക്കായിരിക്കും? പുറത്ത് കൂടുതലായി ഇടപഴകിയ ആളുകൾക്കായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് പുറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആർക്കാണ് കൂടുതൽ അറിയാൻ പറ്റുക? ഭർത്താക്കന്മാർക്കായിരിക്കും ഗാലിബൻ, അധികവും. അതല്ലെങ്കിൽ വളരെ ചുരുക്കം ആളുകൾക്ക്, സ്ത്രീകൾക്കൊന്നുണ്ടാവും, നല്ല അറിവുള്ള ആളുകളുണ്ടാകും. എന്നിരുന്നാലും ഇനിയിപ്പോൾ ഏറ്റവും അറിവുണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി, വിനയം ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഭർത്താക്കന്മാർക്കിടയിലും ഭാര്യമാർക്കിടയിലും വിനയം ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതാണ് എല്ലാ ആളുകളെയും ഉയർത്തുന്ന കാര്യം. ഞാൻ എല്ലാ ദർശകളിലും പൊതുവെ പറയാനുള്ള ഹദീസാണ്, മൻ തവാള അലില്ലാഹ്, ആരാണ് അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്നത്, റഫഅഹുല്ലാ, അള്ളാഹു അവനെ ഉയർത്തുക തന്നെ ചെയ്യും. ഞാൻ പൊതുവെ പറയാറുണ്ട്, നമ്മളെ ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരളിൽ ഉണ്ടാകുന്ന സമയം മാത്രമാണ്. ആ സമയത്ത് നമുക്ക് ഏറ്റവും നല്ല മാർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് പാലിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന നിരീശ്വരവാദികളായാലും ഈ കാണുന്ന ഫെമിനിസ്റ്റുകളായാലും ഇവരാരും നമ്മളെ കവറിലേക്ക് വരില്ല, വല്ലാഹി വരില്ല. നമ്മളെ അമലും മാത്രമേ ഉണ്ടാകുക. അതിലേറ്റവും പരിപൂർണമായ കാര്യം ഇത്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചില സെലഫുകളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം, നമ്മൾ ദുനിയാവിന് കൊടുക്കേണ്ട വില നമ്മുടെ ബാത്റൂമിൻ്റെ വിലയാണ്. എന്താ ബാത്റൂമിൻ്റെ വില? നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി വരാനുള്ളതാണ്. അതല്ലാണ്ട് നമ്മൾ ധാരാളം സമയം ബാത്റൂമിൽ നിൽക്കുമോ? ഒരിക്കലും നിൽക്കൂല. സെലഫുകളിൽ ചില ആളുകൾ സുബ്ഹാനല്ലാഹ് വല്ലാത്തൊരു വാക്കാണത്. നമ്മൾ ദുനിയാവിന് കൊടുക്കേണ്ട വില അത് മാത്രമാണ്.
നമ്മളിവിടെ എന്തിനു വന്നല്ല, സുഖവാസത്തിന് വന്ന ആളുകളല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് ഈ ഹദീസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മനസ്സിൽ കുറിച്ച് വെക്കുക, മേൽവര ഇട്ട് വെക്കുക. നിങ്ങൾ മേൽവര എന്ന് പറയാനുള്ള കാരണം ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം, യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ ശൈലി എന്താണ്, ഒരു കാര്യം മേലേൽ വരയിടുക എന്നുള്ളതാണ്. ആരുടെ ശൈലിയാണ് അടിവര എന്നുള്ളത്? പാശ്ചാത്യരെ എന്താണ്, ഈ ഗർബിലുള്ള ആളുകളുണ്ടല്ലോ, പാശ്ചാത്യ സംസ്കാരമാണ് യഥാർത്ഥത്തിൽ എന്ത് അടിവര എന്നുള്ളത്. പൊതുവെ മുഹദ്ദിസീങ്ങളും സലഫുകളൊക്കെ മേൽവരയാണ് ഇടാറുള്ളത്, അതുകൊണ്ടാണ് മേൽവര എന്ന് പറഞ്ഞത്. തയ്യിബ്, ഏതാണ് സഹോദരങ്ങളെ ആ ഹദീസ്? സഹോദരിമാരെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്? അദ്ദുന്യാ ജന്നത്തുൽ കാഫിർ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു കാഫിറിന്റെ സ്വർഗവും വസിജുനുൽ മുഅ്മിൻ അല്ലെങ്കിൽ വസിജുനുൽ മുഅ്മിനി ജന്നത്തുൽ കാഫിർ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലാണ്. ചില കാര്യങ്ങൾ നമുക്ക് പ്രയാസം ഉണ്ടാകും, ചില കാര്യങ്ങൾ നമുക്ക് ചില നിയമങ്ങൾ പാലിക്കേണ്ടതിൻ്റെ പേരിൽ പ്രയാസം ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ രാവിലെ എണീച്ച് സുബഹിക്ക് പള്ളിയിൽ പോകുക എന്നുള്ളത്, ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് പൊതുവെ എന്താണ്, കുറച്ച് മശക്കത്ത് അതിലുണ്ട്, പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് തണുപ്പുള്ള കാലത്ത് wudu എടുത്ത് പോകണം എന്നുള്ളതൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു പ്രയാസമാണ്. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റൂല. പക്ഷേ സഹോദരങ്ങളെ, നമ്മളെ കാത്തു നിൽക്കുന്നതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രയാസമൊന്നും ഒരു പ്രയാസം തന്നെയല്ല. വല്ലാഹി ഈ പ്രയാസങ്ങളൊന്നും ഒരു പ്രയാസം തന്നെയല്ല. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? എന്നെ സൂക്ഷിച്ച് ജീവിക്കുന്ന എൻ്റെ അടിമകൾക്ക് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് മാല ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വല ഉദുനുൻ സമിഅത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, വല ഖതറ അല ഖൽബി ബശർ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനും ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്വർഗമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്ക്. നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കാം, ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാം. നിങ്ങൾ ആലോചിച്ചാൽ നമ്മളിങ്ങനെ പറക്കുന്നതും കൊട്ടാരങ്ങളും അതുപോലുള്ള സുഖ സൗകര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് ചിന്തിക്കാം. പക്ഷെ അതിനേക്കാൾ അപ്പുറം, അതിനേക്കാൾ ഉപരിയാണ് സ്വർഗം എന്നുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിലാണ് എല്ലാവിധ ഖൈറുകളും ഉള്ളത്. വല്ലാഹി അതിൽ മാത്രമാണ് എല്ലാവിധ ഖൈറും ഉള്ളത്. അത് നമുക്ക് അലിമഹു മൻ അലിമ ജഹിലഹു മൻ ജഹില, അറിഞ്ഞവൻ അറിഞ്ഞു, അറിയാത്തവൻ അറിയാതെ പോയി എന്ന് മാത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാ കാര്യത്തിൻ്റെയും യുക്തി എന്താണെന്ന് അറിഞ്ഞാലേ നമ്മൾ കാര്യങ്ങൾ ചെയ്യൂ എന്നാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ട് നമ്മൾ ഇന്ന വ്യക്തിയുടെ മകനായി ജനിച്ചു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിൻ്റെ പിന്നിലുള്ള യുക്തി എന്താ? എന്തുകൊണ്ട് ഇപ്പോൾ ഞാൻ ജമാലുദ്ദീൻ്റെ മകനായി, ഞാൻ ജംഷർ എന്ന് പറയുന്നത്, ഞാൻ എന്തുകൊണ്ട് ജമാലിൻ്റെ മകനായി ജനിച്ചു എന്ന് ചോദിക്കുന്നതിൻ്റെ പിന്നിലുള്ള യുക്തി, അല്ലെങ്കിൽ അങ്ങനെ പ്രസവിക്കപ്പെട്ടതിൻ്റെ യുക്തി എന്താണെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തും ഇങ്ങനെ ചോദിച്ചൂടെ, ഏതും ചോദിച്ചൂടെ, എന്തും ചോദിക്കാം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ദുനിയാവ് വളരെ വിരളം സമയം മാത്രം ജീവിക്കേണ്ട ആളുകൾ. നമ്മളീ പറയുന്ന ഞാനായാലും നിങ്ങളായാലും ഒരാൾക്കും ഇവിടെ ദീർഘകാലം ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂല. അങ്ങനെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ആര് ജീവിച്ചേനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചേനെ. ചില കവികൾ പറഞ്ഞതുപോലെ മൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരമ്പാണ്. എങ്ങനെയുള്ള അമ്പ്? തീർച്ചയായും കൊള്ളുന്നതായ അമ്പാണ്. എന്തായാലും കൊള്ളും. ഇന്ന് ആർക്കെങ്കിലും ആ അമ്പ് കൊള്ളാതെ പോയിട്ടുണ്ടെങ്കിൽ നാളെ ആ അമ്പ് പാഴാകാതെ നമ്മളിൽ തറക്കുക തന്നെ ചെയ്യും. വല്ലാത്തൊരു വാക്കാണത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ രാജാവാണ് ആര്? ഫിർഔൻ. ആ ഫിർഔൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഏത് സദസ്സിൽ വെച്ചാണ്? അവൻ്റെ കയ്യിലാണ് ഈ ദുനിയാവുള്ളത്. ആ സദസ്സിൽ എല്ലാവിധ ആളുകളുണ്ട്. ഫിർഔനൊന്ന് അവരെ തട്ടിക്കളിയെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പോലും ആളുകളുടെ സദസ്സിൽ വെച്ച് ഫിർഔൻ ചോദിക്കുന്നുണ്ട്, ഫമാ റബ്ബുക്കുമായ മൂസ, നിന്റെ റബ്ബാരാണ് മൂസ? നീ കാലങ്ങളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിനക്കൊരു റബ്ബുണ്ട്, അവനെ മാത്രം ആരാധിക്കണം. ഫമാ റബ്ബുക്കുമായ മൂസ, റബ്ബുക്കുമ അഥവാ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനോടും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള ചോദ്യമാണ്. എന്താ പറയുന്നത്? വല്ലാത്തൊരു വാക്കാണത്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ള റബ്ബാണ്? എല്ലാ സൃഷ്ടികൾക്കും അതിൻ്റെ സൃഷ്ടിപ്പ് പരിപൂർണമായി നൽകുകയും സുമ്മ ഹദാ, അവർക്ക് നേർമാർഗം കാണിച്ചു കൊടുത്തതിനുമാണ് എൻ്റെ റബ്ബ്. അവർക്ക് നേർമാർഗം. എന്താണ് സഹോദരങ്ങൾ നേർമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലമാക്കൾ വിശദീകരിച്ചതായി കാണാം. ഒരു കൊച്ചുകുട്ടി ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പ്രസവിക്കപ്പെട്ട് ദുനിയാവിലേക്ക് വന്നു കഴിഞ്ഞാൽ
ആരാണ് ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ആരാണ് ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഉമ്മയുടെ മാറിടത്തിൽ പാലുണ്ട് എന്നുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ കുട്ടിക്ക് ഒരു കാര്യം അറിയില്ല. വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈഅൻ. ഒരു കാര്യവും അറിയാത്ത നിലയിലാണ് നിങ്ങൾ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു കുട്ടിക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഞാൻ എൻ്റെ ചുണ്ടിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് പാലിങ്ങനെ നുകർന്ന് പുറകോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പാല് വരുമെന്ന് ആരാണ് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത്? ആരാണ് പറഞ്ഞു കൊടുത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ. അവൻ അലീമുൻ ഹക്കീമും അല്ലേ? അവനല്ലേ അത് പഠിപ്പിച്ചു കൊടുത്തത്? ഇങ്ങനെ ധാരാളക്കണക്കിന് തെളിവുകൾ നമ്മുടെ റബ്ബ് ഉണ്ട് എന്നതിനുണ്ട്. അതുപോലെ തന്നെ ഈ ദീന് ഹക്കാണ് എന്നതിനും ധാരാളം തെളിവുകളുണ്ട്. ഒറ്റ തെളിവ് മാത്രം ഞാൻ പറയാം. ഇത് ഞാൻ ഇവിടെ പറയാനുള്ള കാരണം, ചില ആളുകൾ സുബ്ഹാനല്ലാഹ് എന്തോ വലിയ ശാസ്ത്രത്തിൻ്റെ 2 വരികൾ വായിച്ചു മനസ്സിലാക്കി എന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഈ ദീനിനെ കരിവാരി തേക്കാൻ ഇതുപോലുള്ള നിരീശ്വരവാദികളും അതുപോലെ തന്നെ ഫെമിനിസ്റ്റുകളും ഇറങ്ങിയത് കൊണ്ട് പറയുന്നതാണ്. ഒറ്റ തെളിവ് മാത്രം പറയാം, അള്ളാഹിൻ്റെ ഈ ദീന് അത് ഹക്കാണ് എന്ന് തെളിയിക്കുന്നത്. എൻ്റെ സഹോദരിമാരോട് പ്രത്യേകിച്ച്, കാരണം അവരുടെ ഈമാനിനെ കാർന്ന് തിന്നാനാണ് മറ്റുള്ള സൊസൈറ്റികളായാലും നിരീശ്വരവാദികളൊക്കെ പരിശ്രമിക്കുന്നത്. കാരണം അവർക്കറിയാം, ഒരു സ്ത്രീ വഷളായി കഴിഞ്ഞാൽ, അവൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി തന്നെ അല്ലെങ്കിൽ ഒരു സമൂഹം തന്നെ നശിക്കുന്നുള്ള അവർക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം കഴിഞ്ഞ വോട്ടെടുപ്പ് എത്ര മുസ്ലിം സ്ത്രീകൾ മത്സരിച്ച് അതിലേക്കൊന്നും ഞാൻ ചർച്ച പോകുന്നില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി, എത്രത്തോളം അവർ മെനക്കെടുന്നുണ്ട്, എത്രത്തോളം മുസ്ലിം ഭർത്താക്കന്മാരും ആണുങ്ങന്മാരും ഈ വിഷയത്തിൽ അശ്രദ്ധരാണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചിരുന്ന സംഭവങ്ങളാണ് ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വന്നത് അള്ളാഹിൻ്റെ ദീൻ ഹക്കാണ് എന്നതിന് ഒരൊറ്റ തെളിവ് മാത്രം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സൂറത്തുൽ മസദ്, തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ്, നമുക്കെല്ലാവർക്കും ഹിഫ്ളുള്ള ഒരു സൂറത്താണ്. ആ ആയത്ത് അല്ലെങ്കിൽ ആ സൂറത്ത് ഇറങ്ങുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അബൂലഹബിൻ്റെ 2 കരങ്ങളും നശിക്കട്ടെ എന്നുള്ളതാണ് അല്ലേ? അതാണ് അതിൻ്റെ അർത്ഥം. ത്വയ്യിബ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ സൂറത്തിറങ്ങി ഏകദേശം വർഷങ്ങളോളം ആര് ജീവിക്കുന്നുണ്ട്? അബൂലഹബ് ജീവിക്കുന്നുണ്ട്. വർഷങ്ങളോളം അബൂലഹബ് ജീവിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ചരിത്ര ഗ്രന്ഥങ്ങൾ ഏതെടുത്തു നോക്കിക്കഴിഞ്ഞാലും തമാശക്ക് പോലും ആരെന്ത് പറയുന്നില്ല? അബൂലഹബ് എന്ത് പറയുന്നില്ല? ഞാൻ മുസ്ലിമാണ് എന്ന് തമാശക്ക് പോലും പറയുന്നില്ല. അങ്ങനെ എങ്ങാനും അവൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ സൂറത്ത് ഇറങ്ങിയത് ഒരിക്കലും എന്താവൂല, അത് നേരെയാവൂല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഖിയാമത്ത് നാൾ വരെ പാരായണം ചെയ്യേണ്ട ആയത്താണ്. ഇപ്പോഴും നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ്. അയാളെങ്ങാനും ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ ഈ സൂറത്ത് നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അവിടത്തേക്ക് അല്ലെങ്കിൽ അയാൾക്ക് അവനെന്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല? തമാശക്ക് പോലും ഞാൻ മുസ്ലിമാന്ന് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ആരിൽ നിന്നുള്ള ദീനാണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, ആളുകൾ എന്ത് പറഞ്ഞാലും, ആളുകൾ നിങ്ങളെ ദീനിൽ നിന്ന് ആട്ടി അകറ്റി നോക്കാൻ അല്ലെങ്കിൽ പരിശ്രമിച്ചു കഴിഞ്ഞാലും വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് അത് നിങ്ങളുടെ ദീനായിരിക്കണം. ഇത് ഞാനടക്കം എന്നോട് കൂടി പറയുന്നതാണ്. ആര് നിങ്ങളെ പ്രയാസപ്പെടുത്തിയാലും, ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും വലിയത് നിങ്ങളുടെ ദീനാകണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് മാതൃക. അവിടുത്തേക്ക് മക്കയിലെ കുഫാറുകൾ അവിടുത്തേക്ക് പ്രയാസപ്പെടുത്തി. എന്ത് പറഞ്ഞതിൻ്റെ പേരിൽ? അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ നാട്ടുകാർ പുറത്താക്കിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തേക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അത് തെറ്റിച്ചില്ല. അവിടുന്ന് തായിഫിലേക്ക് പോവുകയാണ്. തായിഫിലേക്ക് പോയി അവിടുന്ന് തുടങ്ങി, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, നിങ്ങൾക്ക് വിജയിക്കാം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തായിഫിലുള്ള ചെറിയ കുട്ടികൾ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ചെറിയ കുട്ടികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് കല്ലെറിഞ്ഞിട്ട് അവിടുത്തെ നെറ്റി പൊട്ടി ചോര ഒലിച്ച് എത്രത്തോളം റസൂലിൻ്റെ കാലിലെ ചെരുപ്പിൽ അവിടത്തേക്ക് രക്തമൊഴുകി എന്നുള്ളതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക എത്ര പ്രയാസപ്പെട്ടു എന്ന്. എന്നിട്ട് കർണു സഅലബ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ആര് വരികയാണ്? മലകളുടെ മലായിക്കത്തുകൾ വരികയാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ. എന്നിട്ട് ആ മലക്കുകൾ വന്ന് പറയുകയാണ്, ഇതാ
മുഹമ്മദെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അങ്ങ് ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മളോടൊരു വാക്ക് പറഞ്ഞാൽ മതി. ഇൻ ഉത്ബിഖ അലൈഹിമുൽ അഖ്ശബൈൻ, അവർക്ക് മുകളിൽ ഈ 2 കാണുന്ന മലകളും അവർക്ക് മുകളിലിട്ട് ഞെരിച്ചു കൊന്നുകളയാം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ കൊടുത്തൊരു വാക്കുണ്ട്. എന്താണത്? അങ്ങനെ ചെയ്യേണ്ടതില്ല. അവരിൽ നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും വന്നാൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന ആശയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? നമ്മൾ അള്ളാഹിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുക. ആരൊക്കെ പ്രയാസപ്പെടുത്തിയാലും ഇത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്താണ്? നമുക്ക് പ്രയാസമാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ശത്രുക്കൾ മുസ്ലിമീങ്ങൾക്ക് നേരെ അവർ വരും. ഏതുപോലെ വിശന്ന പാത്രത്തിൽ ആളുകൾ കൈയിട്ട് വാരി തിന്നുമല്ലോ, ഒരു പാത്രത്തിൽ ധാരാളം ആളുകൾ കൈയിട്ട് വാരി തിന്നത് പോലെ മുസ്ലിങ്ങൾക്ക് നേരെ മറ്റുള്ള ആളുകൾ വരും. ആ ഒരു സന്ദർഭം നമ്മളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് വിഷയം എടുത്ത് നോക്കിയാലും എന്ത് തന്നെ ആയാലും ആരെന്തൊക്കെ ചെയ്താലും എല്ലാം മുസ്ലിങ്ങളുടെ തലയിലാണ്. പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു, ഇത് ഭർത്താക്കന്മാർക്കും ബാധകമാണ് കേട്ടോ. ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് സ്ത്രീകൾ മാത്രം ചിന്തിക്കേണ്ടതില്ല. അപ്പം എല്ലാം നമ്മൾ ഭർത്താക്കന്മാരോട് നമ്മൾ അനുമതി ചോദിക്കണം, അവർക്കൊന്നും പറയാനില്ല എന്ന്. ഇൻഷാ അല്ലാഹ് അതാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. അതാണ് അടുത്തതായി പറയാൻ പോകുന്നത്. എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് അവിടുന്ന് ഭാര്യമാരോട് അനുമതി ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് ഭാര്യമാരോട് അങ്ങോട്ട് അനുമതി ചോദിക്കുകയാണ്. നോക്ക്, അവിടത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അവസാനത്തേക്ക് വല്ലാത്ത വേദനയായിരുന്നു. സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. കാരണം നമുക്ക് പനി വരുന്നത് പോലെയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മുടെ കൂട്ടത്തിലെ 2 ആളുകൾക്ക് പനിച്ചാൽ എങ്ങനെയാണോ ആ പനി ഉണ്ടാവുക, ആ രൂപത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി. അപ്പോൾ അവിടുന്ന് അനുമതി ചോദിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മദീനയുടെ രാജാവ് അവിടുത്തെ ഭാര്യമാരോട് അനുമതി ചോദിക്കുകയാണ്. എന്താണ് അവിടുന്ന് പറയുന്നത്? ഇന്നി ലാ അസ്തതിഉ അൻ അദൂറ ബൈനകുൻ, ഇതാ എനിക്ക് നല്ല പ്രയാസമുണ്ട്, എൻ്റെ അവസാന സമയം എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്കിടയിൽ ദിവസവും വന്നിങ്ങനെ ഓരോ ആളുകളുടെ വീട്ടിലേക്ക് വന്നു നിൽക്കാൻ ഇനി എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഫൈൻ റഅയ്തുന്ന അൻ തഅദന്ന ലീ ഫഅകൂന ഇൻദി ആയിഷത ഫഅൽതുൻ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളോട് അനുമതി ചോദിച്ചോട്ടെ. നോക്ക്, സുബ്ഹാനല്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം നോക്ക്. ഞാനിതാ അള്ളാഹിൻ്റെ റസൂലാണ്, മദീനയുടെ രാജാവാണ്, നാളെ മുതൽ നിങ്ങളുടെ ആരുടെയും വീട്ടിലേക്ക് വരൂല, എല്ലാവരും വേണമെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് വന്നോളൂ എന്നാണോ റസൂൽ പറഞ്ഞത്? എന്നാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? അല്ല. അവിടുന്ന് പറയാണ്, ഇതാ എനിക്ക് നല്ല പ്രയാസമുണ്ട്, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ആയിഷൻ്റെ വീട്ടിൽ നിന്നോട്ടെ, നിങ്ങൾ സമ്മതിക്കോ എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. ഫഅദിന്ന ലഹു, അപ്പോൾ അവിടുത്തെ ഭാര്യമാർ എന്ത് ചെയ്യാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുമതി കൊടുക്കുകയാണ്. നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വഫാത്താകുന്നത് എവിടെ വെച്ചാണ്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചാണ്. പറഞ്ഞു വന്നത്, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും, ചില ഭാര്യയായാലും ഭർത്താവായാലും പരസ്പരം ഒന്നും ചോദിക്കൂല, എടുത്തിയാടി ഓരോന്ന് ചെയ്യും. പിന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ നല്ലൊരു അഭിപ്രായം കിട്ടിയേനെ. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളാണ് നമ്മളെ ഭാര്യയേക്കാൾ ടോപ്പ് അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ള ആളെന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മുടെ ഭാര്യമാരോട് ചോദിച്ചാൽ നല്ല നല്ല ഐഡിയകൾ കിട്ടും. നേരെ തിരിച്ചും ചില ഭാര്യമാർക്ക് ഭർത്താവിനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ താണുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. ഒന്നും വേണ്ടതില്ല. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതം റബ്ബിന് വേണ്ടിയാണെങ്കിൽ പിന്നെ നമ്മൾ എല്ലാവരുടെ മുന്നിലും വിനയുള്ള ആളുകളായി മാറും. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളെ പഠിപ്പിച്ചു വരുന്നത് എന്താണ്? എല്ലാവരോടും ഏതാളുകളോടും വിനയത്തിൽ പെരുമാറുക എന്നുള്ളതാണ്. അതാണ് ഷേഖ് 35-ാമത്തെ അടിസ്ഥാനമായിട്ട് പറയുന്നത്. അഥവാ ഭാര്യ ആയാലും ഭർത്താവായാലും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും എന്ത് ചെയ്യുക? അനുമതി ചോദിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് 36-ാമത്തെ ബാബ് കൂടി എടുത്ത് അവസാനിപ്പിക്കാം. ചെറിയൊരു ബാബാണ്. എന്താണ് പറയുന്നത്? അൽ അസ്ലു അസ്സാദിസ് വസ്സലാസൂൻ, 36-ാമത്തെ അടിസ്ഥാനം, അൽ മുനാദാതു ബൈന സൗജൈനി ബി അജ്മലിൽ അസ്മാഇ വൽ ഔസാഫി വൽ കുനാ. എന്താണ്? ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വിളിക്കേണ്ടത്, അവരെ അഭിസംബോധന ചെയ്യേണ്ടത് ബി അജ്മലിൽ അസ്മാ, ഏറ്റവും നല്ല പേര് വിളിച്ചുകൊണ്ടായിരിക്കണം, വൽ ഔസാഫ് അല്ലെങ്കിൽ ഏറ്റവും നല്ല വിശേഷണത്തോടു കൂടിയായിരിക്കണം, വൽ കുന ഏറ്റവും നല്ല കുനിയത്തും അവർക്ക് നൽകിക്കൊണ്ടായിരിക്കണം വിളിക്കേണ്ടത്. കാരണം എല്ലാ മനുഷ്യന്മാരും ആഗ്രഹിക്കുന്ന കാര്യമാണെന്ത്? അവരെ നല്ല നല്ല പേരുകളിൽ വിളിക്കുക എന്നുള്ളത്, അല്ലേ? നമുക്ക് തന്നെ അറിയാം,
നമ്മളിപ്പോൾ ആരെങ്കിലും ഇവിടെ മൊഞ്ചാന്ന് വിളിച്ചാൽ നമുക്കത് ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ? അല്ലെങ്കിൽ ഇവിടെ ബുദ്ധിമാനെ കളിയാക്കി വിളിക്കുന്നല്ലേ? നല്ല നല്ല പേരുകൾ ഇത് വിശേഷമാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ മൊഞ്ചാന്ന് വിളിച്ചാൽ നമുക്കത് ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഇവിടെ ബുദ്ധിമാനെ അല്ലെങ്കിൽ നമ്മുടെ നേതാവേ എന്നൊക്കെ വിളിക്കുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അത് നമുക്കും അത് വിളിക്കപ്പെടുന്ന ആളുകൾക്കിടയിൽ നല്ല സ്നേഹം ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ദാമ്പത്യ ജീവിതത്തിൽ ഇതുപോലുള്ള നല്ല നല്ല പേരുകൾ വിളിക്കുക എന്നുള്ളത് നമുക്കിടയിൽ നല്ല സ്നേഹം വർദ്ധിപ്പിക്കും. മുത്തേ എന്നൊക്കെ വിളിക്കുക. ഇതൊക്കെ പഴഞ്ചനായി കാണേണ്ട ഒരാവശ്യമില്ല. കാരണം നമ്മൾ വീട്ടിൽ നമ്മൾ ഭാര്യമാരും ഭർത്താക്കന്മാരും മാത്രമാണുള്ളത്. ആ രൂപത്തിൽ വിളിക്കുക. നോക്ക്, ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, നമുക്ക് എല്ലാത്തിനും മാതൃക റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യൗമൻ, ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ ആയിഷ്, അല്ലയോ ആയിഷ എന്നത് അവിടുന്ന് ഷോർട്ടാക്കി വിളിക്കുകയാണ്. ഹാദാ ജിബ്രീൽ യുക്രിഉകി സലാം, ഇതാ ജിബ്രീൽ വന്നിട്ട് നിന്നോട് സലാം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വഅലൈഹി സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് എന്ത് ചെയ്യാണ്? തിരിച്ച് സലാം മടക്കുകയാണ്. ഇവിടെ റസൂൽ ചെയ്ത കാര്യം എന്താണ്? തർഹീമുൽ ഇസ്മിനെ ചെറുതാക്കി വിളിച്ചു. എന്താ വിളിച്ചത്? യാ ആയിഷ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചത്. അത് നമുക്ക് ഇഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മൾ വലിയ പേരാണെങ്കിൽ അത് ഷോർട്ടാക്കി വിളിക്കുമ്പോൾ അതൊക്കെ ഇഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് നമ്മൾ സ്നേഹത്തിന്റെ പേരിലല്ല പൊതുവെ വിളിക്കാറ് അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളെ പേര് അബ്ദുള്ള എന്നാണെങ്കിൽ എടാ അബ്ദു എന്ന് വിളിക്കുമ്പോൾ എന്താണ്? അതൊരു സ്നേഹത്തിന്റെ ഭാഷയിലുള്ള വിളിയാണ്. മനസ്സിലായില്ലേ? ഇനി അടുത്തൊരു സംഭവം നോക്ക്. ആയിഷ റളിയല്ലാഹു അൻഹ നമുക്കറിയാം, ശരിയാണ്. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പള്ളിയിലുണ്ട്. ദഖലൽ ഹബശത്തുൽ മസ്ജിദ യൽഅബൂൻ, ഹബശയിലുള്ള ആളുകൾ എന്ത് ചെയ്യാണ്? പള്ളിയിൽ പ്രവേശിച്ചുകൊണ്ട് അവിടുന്ന് അവർ കളിയിൽ ഏർപ്പെടുകയാണ്. ഫഖാല ലി യാ ഹുമൈറ, അല്ലയോ ഹുമൈറ. എന്താണ് ഹുമൈറ എന്ന് പറഞ്ഞാൽ? ഇൻഷാ അല്ലാഹ് അതിന്റെ അർത്ഥം പറയാം. ആരെയാണ് വിളിക്കുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ്. യാ ഹുമൈറ, അല്ലയോ ഹുമൈറ, അതുഹിബ്ബൂന അൻ തൻദുരി ഇലൈഹിം, അവർ കളിക്കുന്നത് കാണാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അവരുടെ കളി നിനക്ക് കാണണമോ? ഫഖുൽതു നഅം, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതേ റസൂലേ, എനിക്ക് കാണണം. ഫഖാമ ബിൽ ബാബി വജിഅതുഹു ഫവളഅതു ദഖനി അലാ ആതിഖിഹി. സുബ്ഹാനല്ലാഹ്. എന്ത് ചെയ്തു? ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ താടി അല്ലെങ്കിൽ അവിടുത്തെ മുഖം ഭാഗം അല്ലെങ്കിൽ ഒരു കവളിന്റെ ഭാഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷോൾഡറിലേക്ക് ഇങ്ങനെ വെച്ചു. ആലോചിച്ച്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷോൾഡറിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ മുഖം വെച്ചിങ്ങനെ എന്ത് ചെയ്തു? അവരിങ്ങനെ കളിക്കുന്നത് കണ്ടു എന്ന് ഹദീസിൽ വന്നതായി കാണാം. അപ്പൊ ഇവിടെ വിളിച്ച പേരെന്താണ്? നല്ലൊരു പേരാണ് അവിടെ വിളിച്ചത്. വസഫ ഉമ്മുൽ മുഅ്മിനീന ആയിഷ ബി ഹുമൈറ, ഹുമൈറ എന്നാണ് വിളിച്ചത്. വഹുവ തസ്ഗീറു ഹംറ, ഹംറ എന്ന വാക്കിന്റെ ചെറിയ വാക്കാണ്. അഥവാ ഉദാഹരണത്തിനാണ് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ അടിമ. ഉബൈദുള്ള എന്ന് പറഞ്ഞാലോ അള്ളാഹുവിന്റെ ചെറിയ അടിമ എന്നുള്ളതാണ് അർത്ഥം. ഇപ്പൊ ത്വാലിബുൽ ഇൽമ് എന്ന് പറഞ്ഞാൽ മതവിദ്യാർത്ഥി, ദീനി വിദ്യാർത്ഥി. തുവൈലിബുൽ ഇൽമ് എന്ന് പറഞ്ഞാലോ ദീൻ പഠിക്കുന്ന ചെറിയ വിദ്യാർത്ഥി. അഥവാ ആ എന്താണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുമൈറ, എൻ്റെ കുഞ്ഞു ഹുമൈറ അല്ലെങ്കിൽ കുഞ്ഞ് ഹംറ എന്നാണ് വിളിച്ചത്. എന്താണ് ഹുമൈറിന്റെ അർത്ഥം? വഹിയൽ ബൈളാ ഉൽ മുശറബ ബിഹംറ, ഈ ചുവപ്പ് കലർന്ന വെളുപ്പുണ്ടല്ലോ, ചുവപ്പ് കലർന്ന വെളുപ്പ്, അതിനാണ് ഹുംറ അല്ലെങ്കിൽ ഹംറ എന്നൊക്കെ പറയുക. അപ്പോൾ വഹുവ തസ്ഗീറു ഇഷ്ഫാഖ് വറഹ്മ വമഹബ്ബ, ഇവിടെ എന്തിൻ്റെ പേരിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിളിച്ചത്? ഇഷ്ഫാഖ്, അനുകമ്പയോടുകൂടിയും റഹ്മത്തോടുകൂടിയും കാരുണ്യത്തോടും സ്നേഹത്താലുമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ ഹുമൈറ എന്ന് വിളിച്ചത്. അപ്പം നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരെ ഈ രൂപത്തിൽ അഭിസംബോധന ചെയ്യാറുണ്ട്. നമ്മളെ പല ആളുകൾക്കും എന്താണ് ഒരു കുറച്ചൽ പോലെയാണ്. മുത്തേ, കരളെ എന്നൊക്കെ വിളിക്കുമ്പോൾ അതൊക്കെ ഒരു പയഞ്ചൻ, അങ്ങനെ ഒന്ന് അങ്ങനെ വിളിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ചെയ്ത കാര്യമാണത്. റസൂലിനെ നിനക്ക് ഏത് കാര്യത്തിലും പിൻപറ്റാം. നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാര്യമാർക്ക് കുനിയത്ത് നൽകാറുണ്ട്. ഇനി അവർക്ക് എന്താണ് മക്കൾ ജനിച്ചിട്ടില്ലെങ്കിലും എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കുനിയത്ത്? നോക്ക്, ലമ്മ വുലിദ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അതൈതു ബിഹിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന് അല്ലെങ്കിൽ സുബൈർ റളിയല്ലാഹു അൻഹുവിന് അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടി ഉണ്ടായപ്പോൾ അതൈതു ബിഹിൻ നബി, ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ആ കുട്ടിയെ എടുത്തിട്ട് എന്ത് ചെയ്തു? റസൂലിന്റെ അടുക്കലേക്ക് പോയി. അപ്പോൾ റസൂൽ എന്ത് ചെയ്തു? ഫതഫല ഫീഫിഹി, ആ കുട്ടിയുടെ വായിലേക്ക് ചെറുതായിട്ട് അവിടുത്തെ ഉമിനീര് കൊടുത്തു. നമുക്കറിയാം
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിൽ ബറക്കത്തുണ്ട്. ഫകാന അവ്വല ശൈഇൻ ദഖല ജൗഫഹു, ഒന്നാമതായി അവരുടെ വയറ്റിലേക്ക് പോയ കാര്യം എന്താണ്? റസൂലിന്റെ ഉമിനീരാണ്. വഖാല ഹുവ അബ്ദുല്ലാ, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഇത് അബ്ദുള്ളയാണ്. വ അൻതി ഉമ്മു അബ്ദില്ല, ആയിഷ റളിയല്ലാഹു അൻഹക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പേരിട്ടു, കുനിയത്ത് നൽകി. എന്താണ്? നീ ഉമ്മു അബ്ദില്ലയാണ്. ഫമാ സിൽതു ഉകന്നാ ബിഹാ വമാ വലത്തു ഖത്തു, ഞാൻ പിന്നീട് ആ കുനിയത്തിലാണ് അറിയപ്പെട്ടത്. എനിക്കൊരു കുട്ടി പോലും ജനിച്ചിട്ടില്ല, പക്ഷേ പിന്നീട് ഞാൻ ആ പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഉമ്മു അബ്ദില്ല എന്ന പേര് നൽകി. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഭാര്യമാരുടെ പേര് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സൈനബ് റളിയല്ലാഹു അൻഹയുടെ പേര് ബറ എന്നായിരുന്നു. ഫഖീല തുസക്കി നഫ്സഹ, എന്താണ് ബറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നന്മ ചെയ്യുന്നവൾ എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ്. സ്വന്തം തന്നെ ഒരു പുകഴ്ത്തുന്നത് പോലുള്ള അർത്ഥമാണ്. അങ്ങനെയുള്ള പേരുകൾ മാറ്റാം എന്ന് ഉലമാക്കൾ പറഞ്ഞതായി കാണാം. ഫസമ്മാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബറ എന്നുള്ള പേര് മാറ്റി സൈനബ് എന്നിട്ടു. അതെന്തുകൊണ്ടാണ് ബറ എന്നുള്ള പേര് മാറ്റിയിടാനുള്ള കാരണം? ഉലമാക്കൾ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണത്തിൽ കാണാം, വകാന യക്റഹു അൻ യുഖാൽ ഖറജ മിൻ ഇൻദി ബറ, ഞാൻ നന്മൻ്റെ അടുത്ത് നിന്നാണ് വന്നത്, നന്മയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നു എന്ന രൂപത്തിലൊക്കെ അർത്ഥം വരുമെന്ന പേടി കാരണത്താൽ, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് റസൂലിന് ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ടാണ് ആ പേര് മാറ്റിയത് എന്ന് കാണാം. അലാ കുല്ലി ഹാൽ, ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ? മോശമായ പേരുകളോ അല്ലെങ്കിൽ സ്വന്തം തന്നെ പുകഴ്ത്തപ്പെടുന്നത് പോലത്തെ പേരുകളോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റം വരുത്താം എന്നുള്ളത് ഈ ഹദീസുകളിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നീട് ഷെയ്ഖ് അവസാനം ഈ ബാബ് പറഞ്ഞു വെക്കുന്നത് എന്താണ്? നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഫോണുള്ള സമയത്ത് നല്ല നല്ല പേരുകൾ വെച്ചുകൊണ്ടായിരിക്കണം നമ്മളുടെ ഭാര്യയുടെ പേരെന്ത് ചെയ്യേണ്ടത്? സേവ് ചെയ്യേണ്ടത്. എന്നിട്ട് ഷെയ്ഖ് ഇവിടെ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. മിസ്ലു അൽ ഗാലിയ, ഭാര്യൻ്റെ പേരെന്ത് ചെയ്യുക? അൽ ഗാലിയ എന്ന് കൊടുക്കുക. ഗാലിയ എന്ന് വെച്ചാൽ എന്താ? വളരെ വിലപിടിപ്പുള്ളത്. അൽ ഗാലിയ എന്ന് നമ്പർ സേവ് ആക്കാം. അതല്ലെങ്കിൽ അൽ ഖമർ, ചന്ദ്രൻ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ അസ്സആദ, എൻ്റെ ഭാഗ്യം എന്നൊക്കെ നല്ല നല്ല പേരുകൾ എന്ത് ചെയ്യുക? കൊടുക്കുക. അതുപോലെ ഖിത്അത്തു കബദി, എൻ്റെ കരളിൻ്റെ കഷ്ണം എന്നൊക്കെ നല്ല പേര് കൊടുക്കുക. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യും? അവരുടെ ഭാര്യമാരുടെ പേര് സേവ് ആക്കി വെച്ചിട്ടുണ്ട്. എന്താണ്? ബലിയ, പരീക്ഷണം. അതല്ലെങ്കിൽ ഗൽത്ത തുംരി, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റ് എന്നൊക്കെയുള്ള രൂപത്തിൽ എന്ത് ചെയ്യും? ചില ആളുകൾ ഈ രൂപത്തിൽ നമ്പർ സേവ് ആക്കി കാണാം. വഹാദ ലാ ശക്ക മിൻ ഇംതിഹാനിൽ മർഅതി വഅദമി തഖ്ദീരി വലൗ ഖസ്ദ ബഅ്ളുഹുൽ മുസാഹ്, ഇങ്ങനെ തമാശക്കാണെങ്കിൽ കൂടി ഈ രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? പേരുകൾ കൊടുക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നമുക്ക് ചില ആളുകൾക്ക് എപ്പോഴും തമാശയായിട്ട് ഇങ്ങനെ വെറുതെ ഓരോ ആളുകളെ മോശം പേരുകളും അതുപോലെയുള്ള കാര്യങ്ങളും എന്ത് ചെയ്യും? വെക്കുന്നതായി കാണാം. പക്ഷെ ഇസ്ലാമിൽ സഹോദരങ്ങളെ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹവും അതുപോലെ തന്നെ അടുപ്പവും ഉണ്ടാക്കുന്ന കാര്യങ്ങളും പ്രവർത്തികളും മാത്രമാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇത്രയുമാണ് ഇന്നെടുക്കാൻ ഉദ്ദേശിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയുമുണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റും വന്നു പോയിട്ടുണ്ട് എങ്കിൽ അതെന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഈ ഒത്തുകൂടൽ നാളെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. നമുക്കും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന് സാക്ഷ്യം വഹിക്കുന്ന എല്ലാ ആളുകൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അലാ വഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.